ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ ഇത്രയും നാൾ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് ലൂപ്പ് വെച്ച് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേൺ പലതരത്തിലുണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങൾ, ചില പാറ്റേൺസ് നമുക്ക് പെട്ടെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ മെട്രിക്സ് വെച്ചിട്ടായിരിക്കും നമ്മുടെ പാറ്റേൺ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മെട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രിക്സ് ഈസ് എ 2D അരയാണ്, 2D അരയാണ്. അപ്പോൾ എന്താണ് മെട്രിക്സ്, എങ്ങനെയാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒരു വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് തരുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഒരു മെട്രിക്സ് ആയിട്ട് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് പാറ്റേണിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ മെട്രിക്സ് ആയിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ക്യാരക്ടർ മെട്രിക്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ക്യാരക്ടർ മെട്രിക്സ് ആയിരിക്കും യൂസ് ചെയ്യുക. സോ ഐ വിൽ ബി യൂസിങ് എ മെട്രിക്സ് കോൾഡ് എ. സോ A10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഒരു ക്യാരക്ടർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ക്യാരക്ടർ മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിന് 10 റോസ് ഉണ്ട്, അതുപോലെ തന്നെ 10 കോളംസ് ഉണ്ട്. 10 റോസ് ഉണ്ട്, 10 കോളംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലെ മെട്രിക്സിലെ ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ എലമെന്റിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 2 ഫോർ ലൂപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഐ വിൽ ബി റൈറ്റിംഗ് ഫോർ ഇൻ I equal to 0, I less than, if I am writing n, യൂസറിൽ നിന്ന് n എന്നുള്ള വാല്യൂ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ I can use it as n. Okay, so I am giving as integer as n. So for I equal to 0, I less than n, and I plus plus, and inside the bracket I am writing for int j equal to 0, j less than n, j plus plus. ഇതിൻ്റെ അകത്ത് if I am writing a cout cin, ഞാൻ ജസ്റ്റ് ഒരു cin വെച്ച് കാട്ടുന്നുള്ളൂ. അത് നമ്മൾ cin ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാറില്ല. പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ cin സാധാരണ യൂസ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. cin a of I j എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കൊടുക്കുന്നത് റോ നമ്പർ ആണ്, സെക്കൻഡ് നമ്പർ കൊടുക്കുന്നത് ജെ നമ്പറാണ്, കോളം നമ്പറാണ്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ മെട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ലൂപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഇപ്പോൾ എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ നമുക്ക് വരുന്ന മെട്രിക്സിന്റെ പ്രത്യേകത ഇറ്റ് വിൽ ബി 5/5 മെട്രിക്സ്. ഓക്കെ, സോ ഇഫ് n equal to 5 ആണെങ്കിൽ we will be getting a 5/5 matrix. 5/5 matrix. നമുക്ക് കിട്ടുന്ന 5/5 മെട്രിക്സ് ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5/5 മെട്രിക്സിലെ ഇൻഡെക്സ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ 5/5 മെട്രിക്സിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 10/10 മെട്രിക്സ് ആണ്. നമുക്കറിയാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 10/10 മെട്രിക്സ് ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിന്റെ വാല്യൂ എത്രയാണോ അത്രയും സ്പേസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് മാത്രം. ചിലപ്പോൾ അത്രയും സ്പേസിലേക്ക് മാത്രമേ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നുള്ളൂ, അത്രയും സ്പേസിലെ ഡാറ്റ മാത്രമേ ചിലപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പം n ഈക്വൽ ടു ഒരു 5 ആണെങ്കിൽ അത് നമുക്ക് വരുന്നത് 5/5 മെട്രിക്സ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 5/5 മെട്രിക്സിന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 4 വരെയാണ് ഇൻഡെക്സ്. അത് റോ ആണെങ്കിലും കോളം ആണെങ്കിലും അതിന്റെ ഇൻഡെക്സ് 0 തൊട്ട് 4 വരെയാണ് എന്നുള്ളതാണ് ഒരിക്കലും മറക്കേണ്ടാത്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ഇരിക്കുന്നത് 0 ആൻഡ് ലാസ്റ്റ് എലമെന്റ് ഫൈനൽ എലമെന്റ് ഇരിക്കുന്നത് 4 എന്നുള്ള ഇതിലായിരിക്കും. 4 എന്നുള്ള സ്പേസിലായിരിക്കും സെക്കൻഡ് എലമെന്റ് ഇരിക്കുന്നത്, ലാസ്റ്റ് എലമെന്റ് ഇരിക്കുന്നത്. ഓക്കെ, 0 0 0 1 0 2 0 3 0 4, പിന്നെ 1 0 1 1 1 2 1 3 1 4, പിന്നെ 2 0 2 1 2 3 2 4, അതുപോലെ തന്നെ 3 0 3 1 3 2 3 3 3 4, then 4 0 4 1 4 2 4 3 4. ഓക്കെ, 0 to 4 ആയിരിക്കും അതിന്റെ ഇൻഡെക്സിങ് നടക്കുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും അറിയണം. ഓക്കെ, 0 to അത്ര ഇൻഡെക്സിങ് നടക്കുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഓർക്കണം. ആൻഡ് ഓർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്, ദ ലാസ്റ്റ് എലമെന്റ് വിൽ ബി നമ്മുടെ എന്നിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എന്നിന്റെ വാല്യൂ 5 ആണ്, ശരിയല്ലേ?
എന്നിന്റെ വാല്യൂ 5 ആണ്. സോ ദ ലാസ്റ്റ് എലമെന്റ് വിൽ ബി, നമുക്ക് ഇവിടെ എഴുതാം, ലാസ്റ്റ് എലമെന്റ് വിൽ ബി in the position, last element will be in the position a of n minus 1, n minus 1. ഈ പൊസിഷനിലായിരിക്കും എന്ത് കിടക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ഉണ്ടാവുന്നത്. എന്നിന്റെ വാല്യൂ 5 ആണ്, ശരിയല്ലേ? എന്നിന്റെ വാല്യൂ 5 ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് എലമെന്റ് എവിടെയായിരിക്കും കിടക്കുന്നത്? ഈ മെട്രിക്സിലെ ലാസ്റ്റ് എലമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a of n minus 1, that is 5 minus 1, that is 4. അപ്പോൾ a of 4 എന്നുള്ള സ്ഥലത്തായിരിക്കും എന്ത് കിടക്കുന്നത്, ലാസ്റ്റ് എലമെന്റ് കിടക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു മെട്രിക്സ് പാറ്റേണിന് വേണ്ടിയതായതുകൊണ്ട് ഞാൻ ക്യാരക്ടർ മെട്രിക്സ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ ഡിഫൈൻ ചെയ്ത മെട്രിക്സിന് 10 റോസും 10 കോളംസും ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് n=5 എന്നാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 10/10 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 5/5 മെട്രിക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിന്റെ വാല്യൂ അനുസരിച്ച് അത്രയും സ്പേസുള്ള മെട്രിക്സ് ആയിരിക്കും സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. ചില എക്സെപ്ഷൻ കേസസ് ഉണ്ട്, ആ എക്സെപ്ഷൻ കേസസ് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ 5/5 മെട്രിക്സ് ആയിരിക്കും സാധാരണ യൂസ് ചെയ്യുന്നത്, n=5 എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നത്. ആൻഡ് ലൈക്ക് വൈസ് 0 to 4 ആയിരിക്കും അതിന്റെ ഇൻഡെക്സ്. 0 to 4 ആയിരിക്കും അതിന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0 to 4 ആയിരിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് എലമെന്റിന്റെ പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a of n minus 1 and in square bracket again n minus 1, a of n minus 1, n minus 1 എന്ന് പറയുന്നതായിരിക്കും ലാസ്റ്റ് എലമെന്റ്. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെട്രിക്സിനെ കുറിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഡാറ്റ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇനി മെട്രിക്സിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്? അപ്പോൾ മെട്രിക്സിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെട്രിക്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഐ എന്നുള്ള ലൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ എന്നുള്ള ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റോ ഡിസ്പ്ലേ ചെയ്യാനാണ്. നമുക്കറിയാം, ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മെട്രിക്സ് ഞാൻ ഡിസ്പ്ലേ ചെയ്തു 1 2 3 എന്നുള്ളതാണ് ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് റോയുടെ എലമെന്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എൻ്റർ നിൽക്കും, ശരിയല്ലേ? 1 2 3 കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 4 5 6. അതായത് ഓരോ റോ കഴിയുമ്പോഴും ന്യൂ ലൈൻ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, ഓരോ ക്യാരക്ടർ കഴിയുമ്പോഴും ഓരോ റോ കഴിയുമ്പോഴും ന്യൂ ലൈൻ ക്യാരക്ടർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക, അതൊരു പതിവാണ്. എന്നാലാണ് നമുക്ക് ആ മെട്രിക്സിന്റെ ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ സോ ഇൻ ദിസ് പ്രോഗ്രാം ഫോർ ലൂപ്പിൽ, അതായത് ഫോറിൽ i=0, i<n എന്നുള്ളതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോസ് വരുന്നത്. ഒരു റോയിലുള്ള എല്ലാ എലമെന്റ്സും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജസ്റ്റ് സി ഔട്ട് കൊടുക്കുന്നു. എന്താണ് അടുത്ത ന്യൂ ലൈൻ ആണ് നമ്മൾ പ്രിന്റ് കൊടുക്കുന്നത്. സോ സി ഔട്ട് endln എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി, അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് ഒരു മെട്രിക്സ് എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മെട്രിക്സിലെ എലമെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി ഔട്ട് കൊടുക്കുന്നു. ഓക്കെ, എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യാം, അപ്പോൾ സി ഔട്ട്, ഇപ്പോൾ നമ്മുടെ എലമെന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് സി ഔട്ട് a of i എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി സി ഔട്ട് a of ij എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ മെട്രിക്സിൽ എന്തെങ്കിലും വാല്യൂസ് കിടക്കുന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫോർമാറ്റാണ് ഇത്. ഓക്കെ, അതായത് ഓരോ റോ കഴിയുമ്പോൾ നമ്മളൊരു endln കൊടുക്കുന്നുണ്ട്, അതായത് ന്യൂ ലൈൻ കൊടുക്കുന്നുണ്ട്. ഓരോ റോയിലും എല്ലാ ക്യാരക്ടേഴ്സും a of ij എന്ന് പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ അതിൻ്റെ അകത്ത് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മെട്രിക്സിന് നമ്മൾ എന്തെങ്കിലും വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് മെട്രിക്സിലേക്ക് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെട്രിക്സിലേക്ക് വാല്യൂ സ്വീകരിക്കുന്നത്. അപ്പോൾ മെട്രിക്സിലേക്ക് വാല്യൂ സ്വീകരിക്കുന്നതും നമ്മൾ എങ്ങനെ തന്നെയാണ്, ഇതേപോലെ തന്നെയാണ്. അപ്പോൾ മെട്രിക്സിലേക്ക് വാല്യൂ സ്വീകരിക്കാനും ഞാൻ ഇതന്നെ യൂസ് ചെയ്യുന്നു. 2 ഫോർ ലൂപ്പ് കണ്ടോ, ഇവിടെ ഇത് മെട്രിക്സിലേക്ക് വാല്യൂ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അടിയിൽ മെട്രിക്സിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, മെട്രിക്സ് എങ്ങനെ വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെട്രിക്സിൽ വാല്യൂ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് സി ഔട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഈ ഓരോ എലമെന്റ്സിന്റെയും എന്താണ് വാല്യൂ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
എന്ത് ചെയ്യാം, ഓരോ എലമെന്റ്സിനും വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ മെട്രിക്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നു എ ഓഫ് ഐ ജെ ഈക്വൽ ടു സിംഗിൾ കോട്ട്സ് നമ്മൾ യൂസ് ചെയ്യും, കാരണം ഇത് ക്യാരക്ടർ മെട്രിക്സ് ആണ്. ക്യാരക്ടർ ആണെന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ കോട്ട്സിൽ 0 എന്ന് ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കാം. നമുക്ക് മനസ്സിലാവും യൂസറിൽ നിന്ന് ഒരു വാല്യൂ സ്വീകരിക്കുന്നു, അത്രയും ഉള്ള സ്പേസ് ഉള്ള മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും സ്പേസ് ഉള്ള മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മെട്രിക്സിലേക്ക് വാല്യൂ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മെട്രിക്സിലെ എല്ലാ എലമെന്റും എ ഓഫ് ഐ ജെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. എല്ലാ എലമെന്റും 0 ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ എലമെന്റും 0 ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ലൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്പിലാണ് എന്ത് മെട്രിക്സിന്റെ പാറ്റേണിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൂപ്പ്. ഈ ലൂപ്പിന് നമ്മൾ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താറില്ല. ഈ ലൂപ്പ് എപ്പോഴും അങ്ങനെ തന്നെ നടക്കും. മെട്രിക്സിന്റെ പാറ്റേണിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൂപ്പ് എപ്പോഴും ഇങ്ങനെ തന്നെ വയ്ക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് മെട്രിക്സിന് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മെട്രിക്സിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ലൂപ്പ് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ രണ്ട് ഇന്നർ ലൂപ്പുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതേ ഉള്ളൂ, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സാധനം ഞാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് മെട്രിക്സ് പാറ്റേൺ എറർ ഒന്നുമില്ല. .a ഇൻപുട്ടായിട്ട് ഞാൻ 5 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. 5 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സീറോസ് കിട്ടി. എത്ര സീറോസ് കിട്ടി? ഒരു റോയിൽ 5 കോളം ഉണ്ട്. അതേപോലെ എത്ര കോളം ഉണ്ട്? 5 കോളം ഉണ്ട്. 5 റോ ഉണ്ട്. 1 2 3 4 5. ഓക്കെ, 5 റോ ഉണ്ട്, 5 കോളം ആയിട്ടുള്ള ഒരു മെട്രിക്സ്. അതിലെ എല്ലാ വാല്യൂസും എന്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്? നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മളൊരു കണ്ടീഷനും കൊടുത്തിട്ടില്ല. നമ്മൾ വെറുതെ എ ഓഫ് ഐ ജെ ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തേക്കുന്നത്. എ ഓഫ് ഐ ജെ ഈക്വൽ ടു 0 ഒന്നും ഒരു കണ്ടീഷനും കൊടുക്കാണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? അതിലെ എല്ലാ എലമെന്റ്സിന്റെ വാല്യൂ എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാറ്റേണിൽ നമ്മൾ കൂടുതലും പാറ്റേണിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്, അപ്പോൾ ശരിക്കും കണ്ടീഷൻസ് ഫോർ പാറ്റേൺസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. ബാക്കി എല്ലാ സാധനവും ഏകദേശം സെയിം ആയിരിക്കും. കണ്ടീഷൻസ് ഫോർ പാറ്റേൺ എന്നുള്ളത് വരുന്നത് കൂടുതലും ഈ ഭാഗത്തായിരിക്കും നമ്മൾ ഈ സാധനം കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെ നമുക്ക് പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് നമുക്ക് പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റത്തെ കാര്യം നമ്മൾ ആ പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഒരു പാറ്റേൺ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ, ഒരു പാറ്റേൺ നമുക്ക് പ്രിന്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടത് ആ പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, എങ്ങനെയാണ് ഒരു പാറ്റേൺ അനലൈസ് ചെയ്യുക? അപ്പോൾ പാറ്റേൺ അനലൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ നോക്കേണ്ടത് 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് ഐയുടെ വാല്യൂ, അതായത് റോ നമ്പർ. ഐ എന്നുള്ളത് റോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ജെയുടെ വാല്യൂ, അതായത് കോളം നമ്പർ. പിന്നെ മൂന്നാമത് നോക്കേണ്ടത് എന്നിന്റെ വാല്യൂ. ഓക്കെ, ഐയുടെ വാല്യൂ, ജെയുടെ വാല്യൂ, എന്നിന്റെ വാല്യൂ. ഈ 3 വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 വാല്യൂ ആയിട്ട് ആ പാറ്റേണിൽ എന്തെങ്കിലും ഒരു റിലേഷൻ നമുക്ക് എത്തിപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ലോജിക്ക് ഇരിക്കേണ്ടത് ശരിക്കും ഐ, ജെ, എൻ ഈ 3 വേരിയബിൾസും തമ്മിലുള്ള ഒരു കോറിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് ആ പാറ്റേൺ വേണ്ടത് എന്നുള്ള കോറിലേഷൻ കൊടുക്കുക. ഓക്കെ, ഇത് ഞാൻ സിമ്പിളായിട്ട് പറയുന്നത്, ഇവിടെ നമ്മൾ ഒരു കോറിലേഷൻ ഇല്ലാണ്ട് 0 കൊടുത്തപ്പോൾ 0 വന്നു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർ ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് കിട്ടി? സ്റ്റാർ എന്നുള്ളതായിരിക്കും എനിക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലേ? നമുക്ക് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഇപ്പോൾ ഞാനിത് കമ്പൈൽ ചെയ്തിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്തു 5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 5 സ്റ്റാറുള്ള മെട്രിക്സ് കിട്ടും. ആ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളൊരു പാറ്റേൺ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകണം. പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് പാറ്റേൺ വൈസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്നു ഫസ്റ്റ് പാറ്റേൺ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് പാറ്റേൺ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പാറ്റേൺ. സോ ദിസ് ഇസ് ദ പാറ്റേൺ നമ്പർ 1. ഇതാണ് നമ്മുടെ പാറ്റേൺ 1.
ഓക്കെ, അപ്പോൾ ഈ പാറ്റേണിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നിന്റെ വാല്യൂ 5 ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെയാണ്, n = 5 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ഇതാണ് എനിക്ക് വേണ്ട പാറ്റേൺ. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, n = 5 കൊടുക്കുമ്പോൾ എനിക്ക് വരേണ്ട പാറ്റേൺ എന്താണ്? ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് എനിക്ക് വരേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ പാറ്റേണിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഐയും ജെയും തമ്മിലുള്ള റിലേഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇതൊരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഇതൊരു മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ്. അപ്പൊ ഞാൻ ഒരു തൽക്കാലത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു ഇത് കൊടുക്കുന്നു. ഓക്കെ, ഓരോ ഇതിന്റെ വാല്യൂസ് ഞാൻ ഇവിടെ കൊടുക്കാം. ആദ്യത്തെ റോ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യം തന്നെ ആദ്യത്തെ എലമെന്റ് ഇതൊരു മെട്രിക്സ് ആണ്. മെട്രിക്സിന്റെ എ ഓഫ് ഐ ജെ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ് ഇതെന്ന് വിചാരിക്കാം. എ ഓഫ് ഐ ജെ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാം ഐയുടെ വാല്യൂ എന്തായിരിക്കും. സ്റ്റാറിൽ വരുമ്പോൾ സ്റ്റാർ പൊസിഷൻ വരുന്ന ഐയുടെ വാല്യൂ ഏതാണ്, ജെയുടെ വാല്യൂ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർ പൊസിഷൻ വരുന്ന ഐയുടെ വാല്യൂ ഏതാണ്, ജെയുടെ വാല്യൂ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പൊസിഷൻ നോക്കാം. ഇതെന്താ? ഇത് ഫസ്റ്റ് പൊസിഷൻ തന്നെയാണ് അല്ലെ? ഒരു മെട്രിക്സിന്റെ ഫസ്റ്റ് പൊസിഷൻ തന്നെയാണ്. മെട്രിക്സിന്റെ ഫസ്റ്റ് പൊസിഷനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഐയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആണ്. ശരിയല്ലേ? ഐയുടെ വാല്യൂ 0 ആണ്. കാരണം എന്താ? അത് ഫസ്റ്റ് റോ ആണ്. നമുക്ക് ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ജെയുടെ വാല്യൂ എത്രയാണ്? ജെയുടെ വാല്യൂ 0 ആണ്. കാരണം എന്താ? ഇത് ഫസ്റ്റ് കോളാണ് അല്ലെ? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 0. നമ്മൾ എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് എന്ത് വന്നേക്കുന്നത്, നമ്മുടെ അവസ്ഥ വന്നേക്കുന്നത്. ഇനി രണ്ടാമത്തെ റോ വരുമ്പോൾ ഈ സ്റ്റാർ വന്നേക്കുന്നത് രണ്ടാമത്തെ റോയിലാണ്. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ റോ ആയതുകൊണ്ട് ഐയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ശരിയല്ലേ? ഐയുടെ വാല്യൂ 1 ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാർ ആണ് തുടക്കം വന്നേക്കുന്നത്. ശരിയല്ലേ? ഈ സ്റ്റാർ ആണ് തുടക്കം വന്നേക്കുന്നത്. അതായത് ഇവിടെ ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നേക്കണേ? ഒരു സ്റ്റാർ വന്നേക്കുന്നത്. ശരിയല്ലേ? ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ്, ഒരു സ്പേസ് ഇവിടെ ഉണ്ട്, ആ സ്പേസ് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നേക്കുന്നത്? ഒരു സ്റ്റാർ വന്നേക്കുന്നത്. അപ്പോൾ ജെയുടെ വാല്യൂ എന്തായിരിക്കും? ആദ്യം ജെ = 0 എന്നുള്ള സ്ഥലത്ത് കിടക്കുന്നത്, രണ്ടാമത്തെ റോയിലെ ജെ = 0 എന്നുള്ള സ്ഥലത്ത് കിടക്കുന്നത് ഒരു സ്പേസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ റോയിലെ ജെ = 1 അതായത് സെക്കൻഡ് പൊസിഷനിലാണ് എന്ത് കിടക്കുന്നത്? ഈ സ്റ്റാർ കിടക്കുന്നത്. ശരിയല്ലേ? ജെ = 1 എന്നുള്ള സെക്കൻഡ് പൊസിഷനിലാണ് സ്റ്റാർ കിടക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ? ജെ = 1, ഐ = 1, ജെ = 1 എന്നുള്ള പൊസിഷനിലാണ് ഇവിടെ എന്ത് കിടക്കുന്നത്? സ്റ്റാർ കിടക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഐ = മൂന്നാമത്തെ റോയാണ്. അതുകൊണ്ട് ഐയുടെ വാല്യൂ എത്രയാണ്? ഐയുടെ വാല്യൂ 2 ആണ്. മൂന്നാമത്തെ റോയാണ്, ഐയുടെ വാല്യൂ എന്താണ്? 2 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പൊസിഷനിൽ സ്പേസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പൊസിഷനിലും സ്പേസ് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ പൊസിഷനിലാണ് എന്ത് കിടക്കുന്നത്? സ്റ്റാർ എന്നുള്ള വാല്യൂ കിടക്കുന്നത്. ഓക്കെ, അതായത് തേർഡ് റോയിൽ 0th പൊസിഷനിൽ സ്പേസ് ആണ്. ഫസ്റ്റ് പൊസിഷനിൽ 1 എന്നുള്ള ഇൻഡെക്സ് പൊസിഷനിലും സ്പേസ് ആണ്. 2 എന്നുള്ള ഇൻഡെക്സ് പൊസിഷനിലാണ് എന്ത് കിടക്കുന്നത്? സ്റ്റാർ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത് എപ്പോഴാണ്? ജെ = 2 എന്നുള്ള കണ്ടീഷൻ വന്നപ്പോഴാണ് അവിടെ എന്ത് വന്നിരിക്കുന്നത്? സ്റ്റാർ വന്നിരിക്കുന്നത്. ഞാനിത് റിപ്പീറ്റ് ചെയ്യാത്തത് എന്നിന്റെ വാല്യൂ എല്ലായിടത്തും 5 ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതാത്തത്. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോൾ അപ്പൊ എന്തായിരിക്കും? നമുക്കൊരു പാറ്റേൺ കിട്ടി. ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അതനുസരിച്ച് ജെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഇപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ എന്തായി? ഐയുടെ വാല്യൂ ഇവിടെ 3 ആണ്. അപ്പൊ എവിടെയായിരിക്കും വാല്യൂ വരാ? ജെ = 3, ഐ = 3, ജെ = 3 എന്നുള്ള സ്ഥലത്തായിരിക്കും എന്ത് വരാം? സ്റ്റാർ വരാം. അതേപോലെ അടുത്ത സ്ഥലത്താണെങ്കിൽ എവിടെ വരണേ? ഇവിടെ ഐ = 4 ആണെങ്കിൽ ജെ = 4 എന്നുള്ള സ്ഥലത്തായിരിക്കും
എന്ത് വരുന്നത്? സ്റ്റാർ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഏത് സ്റ്റാർ വരാണെങ്കിലും ആ സ്റ്റാർ വരുന്ന സ്ഥലത്ത് എന്താണ് അതിന്റെ പ്രത്യേകത? ആ സ്റ്റാർ വരുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഐയും ജെയുടെ വാല്യൂ, ഐയുടെ വാല്യൂയും ജെയുടെ വാല്യൂയും സെയിം ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും എന്ത് വരുന്നത്? സ്റ്റാർ വരുന്നത്. ഐയുടെ വാല്യൂയും ജെയുടെ വാല്യൂയും സെയിം ആയിട്ടുള്ള പൊസിഷൻസിലാണ് എന്ത് വരുന്നത്? സ്റ്റാർ വരുന്നത്. ഐയുടെ വാല്യൂ സെയിം ആയിരിക്കും, ജെയുടെ വാല്യൂ സെയിം ആയിരിക്കും. അങ്ങനത്തെ പൊസിഷനിലാണ് സ്റ്റാർ വരുന്നത്. അപ്പൊ നമ്മുടെ കോഡ് എഴുതുമ്പോൾ നമ്മൾ ആകെ പറയുന്നത് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റാർ കൊടുക്കുന്നത് ഇവിടെ സാധാരണ നേരത്തെ എല്ലാത്തിനും സ്റ്റാർ കൊടുക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ എഴുതാണ്, ഇഫ് ഐ ഈക്വൽ ടു ജെ. അതായത് ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം സെയിം ആണെങ്കിൽ എന്ത് കൊടുത്തു? സ്റ്റാർ എന്നുള്ള വാല്യൂ കൊടുത്തു. ഓക്കെ, ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം സെയിം ആണെങ്കിൽ അവിടെ സ്റ്റാർ കൊടുത്തു. ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം സെയിം അല്ല എന്ന് വിചാരിക്കുക. ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം സെയിം അല്ല എങ്കിൽ അവിടെ ഞാൻ AIJക്ക് കൊടുക്കുന്ന വാല്യൂ, AIJക്ക് കൊടുക്കുന്നത് ഒരു സ്പേസ് ആണ് കൊടുക്കുന്നത്. അല്ലെ? നമുക്കറിയാം അവിടെ സ്റ്റാർ ഇല്ലാത്ത സ്ഥലത്ത് എന്താ കിടന്നിരുന്നത്? ഒരു സ്പേസ് വാല്യൂ ആണ് കിടന്നിരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം ഈക്വൽ ആയ സ്ഥലത്ത് ഞാൻ സ്റ്റാറിന് കൊടുത്തു. ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം ഈക്വൽ അല്ലെങ്കിൽ, ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു? ഒരു സ്പേസ് വാല്യൂ മാത്രമായിട്ട് കൊടുത്തു. അപ്പൊ ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ഇതെടുത്തു, ക്ലിയർ ചെയ്തു, കമ്പൈൽ ചെയ്തു, എററൊന്നുമില്ല, റൺ ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്ന വാല്യൂ 5 ആണെന്ന് ചോദിക്കുക. നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ അല്ലേ? നമ്മുടെ ഔട്ട്പുട്ടാണ്, യാതൊരു വ്യത്യാസമില്ല. നമുക്കറിയാം ഒരു സ്ലാൻഡിങ് പോലെ സ്റ്റാർ വന്നു, പിന്നെ സ്റ്റാർ വന്നു, സ്റ്റാർ എല്ലാം ഒരു സ്ലാൻഡിങ് ഫോർമാറ്റിൽ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാറിന്റെ പാറ്റേൺ കിട്ടി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ഉള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഓക്കെ, അടുത്ത പാറ്റേൺ ഇതാണ്. അപ്പൊ ഈ പാറ്റേണും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, ഈ പാറ്റേണും നമുക്ക് ഇതുപോലെ ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പൊ ഇത് പാറ്റേൺ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ വരുന്നത് 1 2 3 4 5. ഓക്കെ, അതായത് ആദ്യത്തെ റോ ആയതുകൊണ്ട് ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇവിടെ ജെയുടെ വാല്യൂ വന്നിരിക്കുന്നത് എത്രയാണ്? ജെയുടെ വാല്യൂ വന്നിരിക്കുന്നത് 5 ആണ്. ഇവിടെ നമുക്കറിയാം എത്ര റോ ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 6 റോ ആണുള്ളത്. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണ്? എന്നിന്റെ വാല്യൂ 6 ആണ്. അപ്പൊ ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 5 ആയിട്ടുള്ള പൊസിഷനിൽ ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാ? 6 ആയിട്ടുള്ള പൊസിഷനിലാണ് എന്ത് കിടക്കുന്നത്? ഒരു സ്റ്റാർ കിടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത റോയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഐയുടെ വാല്യൂ എന്താണ്? ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം, രണ്ടാമത്തെ റോ ആയതുകൊണ്ട് ഐയുടെ വാല്യൂ 1 ആണ്. ഇനി ജെയുടെ വാല്യൂ എന്താന്ന് നോക്കിയേ. 0 1 2 3 4. ജെയുടെ വാല്യൂ 4 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ജെയുടെ വാല്യൂ എത്രയാണ്? ജെയുടെ വാല്യൂ 4 ആണ്. എന്നിന്റെ വാല്യൂ ഞാൻ വീണ്ടും എഴുതണില്ല, സെയിം തന്നെയാണ്. അപ്പൊ എന്നിന്റെ വാല്യൂ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണില്ല. ഇനി അടുത്ത റോ നോക്കാം. അടുത്ത റോയിൽ നമുക്കറിയാം ഐയുടെ വാല്യൂ എന്തായിരിക്കും? തേർഡ് റോ ആണ്. സോ ഐയുടെ വാല്യൂ വിൽ ബി 2. ഓക്കെ, തേർഡ് റോ ആയതുകൊണ്ട് ഐയുടെ വാല്യൂ 2 ആണ്. ജെയുടെ വാല്യൂ നോക്കാം. 0 1 2 3. ജെയുടെ വാല്യൂ എത്ര വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താ? ജെയുടെ വാല്യൂ 3. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഫോർമാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് എന്ത് കുറയുന്നുണ്ട്? ജെയുടെ വാല്യൂ കുറയുന്നുണ്ട്. ഐയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ജെയുടെ വാല്യൂ കുറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് എത്താവുന്ന കൺക്ലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ പ്ലസ് ജെ എന്നുള്ള വാല്യൂ എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ശരിയല്ലേ? ഐയുടെ വാല്യൂ കുറയുന്നതനുസരിച്ച് ജെയുടെ വാല്യൂ കൂടുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അല്ലെ? ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഐ പ്ലസ് ജെ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആദ്യം നമ്മൾ നോക്കിയാൽ 0 + 5 എന്നുള്ളത് എന്താണ്? 0 + 5 എന്നുള്ളത് 5 ആണ്.
1+4 എന്ന് പറഞ്ഞാൽ എത്രയാ? അതും 5 ആണ്. 2+3 എന്നുള്ളത് പറഞ്ഞാൽ എന്താണ്? അതും 5 ആണ്. ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം n = 6 ആണെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആണ് അല്ലെ? ലാസ്റ്റ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. അതാണ് n-1 അല്ലെ? അതായത് n 6 ആണ്. n-1 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയ ഐയും ജെയും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഐയും ജെയും ആഡ് ചെയ്ത് കിട്ടുന്നത് എപ്പോഴും എന്ത് വാല്യൂ ആണ്? n-നേക്കാൾ 1 കുറവ്, അതായത് n-1. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമില് ഇവിടെ നമ്മൾ ആദ്യം എഴുതിയിരുന്ന പ്രോഗ്രാമിൽ ആദ്യം എഴുതിയ കോഡിൽ നമ്മൾ എഴുതിയിരിക്കുന്ന i = j, a of ij = ആണെങ്കിൽ നമ്മൾ സ്റ്റാർ കൊടുത്തു. ശരിയല്ലേ? i = j ആണെങ്കിൽ a of ij എന്ന് പറയുന്നത് എന്ത് കൊടുത്തു? സ്റ്റാർ കൊടുത്തു. അതിന് പകരം ഇവിടുത്തെ കണ്ടീഷനിൽ എന്താ പറഞ്ഞേക്കണേ? ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് ഐയും ജെയും കൂട്ടിയാൽ if it is equal to n-1 വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, ഐയും ജെയും കൂട്ടിയാൽ n-1 വാല്യൂ കിട്ടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ എന്ത് കൊടുത്തു? സ്റ്റാറിന് കൊടുത്തു. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു? സ്പേസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് 6 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നേരത്തെ കൊടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണെങ്കിലും നമുക്ക് എന്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം? നമുക്ക് മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്, ശരിയല്ലേ? ഇനിയിപ്പോ വേണമെങ്കിൽ ഞാൻ നേരത്തെ കൊടുത്ത കണ്ടീഷനും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം കൊടുത്തു നോക്കിയാൽ, അതായത് if a of i plus j = n-1 ആണെങ്കിലും സ്റ്റാർ കൊടുത്തു. ഞാൻ ഒരു കണ്ടീഷൻ കൂടി കൊടുക്കുന്നു, else if i = j ആണെങ്കിലും ഞാൻ എന്ത് കൊടുത്തു? a of i j = സ്റ്റാർ എന്ന് കൊടുത്തു. അതായത് രണ്ടും ഞാൻ കൊടുത്തു. നേരത്തെ പറഞ്ഞ രണ്ട് കണ്ടീഷനും ഞാൻ കൊടുത്തു. ഓക്കെ, അതായത് i = j ആണെങ്കിലും നമ്മൾ a of ij = സ്റ്റാർ എന്ന് കൊടുത്തു. അതേപോലെ തന്നെ i plus j = n-1 ആണെങ്കിലും എന്ത് കൊടുത്തു? a of ij = സ്റ്റാർ എന്ന് കൊടുത്തു. പിന്നെയാണെങ്കിൽ നമ്മൾ ഇത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ക്ലിയർ ചെയ്യുന്നില്ല, ഞാൻ കമ്പൈൽ ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ 5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് പാറ്റേൺ കിട്ടും. ഓക്കെ, നമ്മളിത് കമ്പൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എക്സ് എന്നുള്ള പാറ്റേൺ കിട്ടും. കണ്ടോ? നമുക്കിപ്പോൾ ഒരു എക്സ് എന്നുള്ള പാറ്റേൺ കിട്ടി. അതായത് ഇതിൻ്റെയും കോമ്പിനേഷൻ. നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു? ആ കണ്ടീഷൻ കൊടുത്തു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഇതാണ് ഇന്നത്തെ പാറ്റേൺ എന്നുള്ളതിൽ ഞാൻ 2 മെയിൻ പാറ്റേൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കമ്പൈൻ ചെയ്ത് പലതരത്തിലുള്ള പാറ്റേൺസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു.